ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. 7ാം ക്ലാസ്സിലെ നമ്പർ റിലേഷൻ സംഖ്യാബന്ധങ്ങൾ എന്ന ചാപ്റ്ററിൽ കുട്ടികൾക്ക് പൊതുവെ ഡിഫിക്കൽട്ടായി തോന്നുന്ന ഒരു ഏരിയയാണ് കോമൺ ഫാക്ടേഴ്സ്. എന്നാൽ ക്രിസ്മസ് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാമിന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഭാഗവും കോമൺ ഫാക്ടേഴ്സ് പൊതുഘടകങ്ങളായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ആ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്? നന്നായി ശ്രദ്ധിച്ചോ. 30ഉം 40ഉം തന്നിട്ടുണ്ട്. ആദ്യം തന്നെ തന്ന നമ്പറുകളെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ്. എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ 30 എന്നുള്ള നമ്പറിനെ എടുത്തു. ഈ 30 എന്നുള്ള നമ്പറിനെ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു അറിയോ? 30 എന്നുള്ള നമ്പറിനെ ഞാൻ എടുത്തിട്ട് ചെറുതാക്കാണ് കേട്ടോ, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാണ്. അപ്പോൾ ആദ്യം നോക്കുക, ഇരട്ട സംഖ്യ ആണെങ്കിൽ 2 കൊണ്ടാണ് എപ്പോഴും ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 30/2 എത്രയാണ് കിട്ടിയത്? 15. 15 ഒറ്റ സംഖ്യ ആയില്ലേ, ഓഡ് നമ്പർ ആയില്ലേ. അപ്പോൾ 2 കൊണ്ട് പറ്റില്ല, അപ്പോൾ 3 എടുത്തു, അപ്പോൾ 5 വരും. 15/3 പറഞ്ഞാൽ 5 ആയിരിക്കും. അപ്പോൾ എനിക്ക് എഴുതാം 30 എന്ന് പറയുന്നതിന് എനിക്ക് എന്തായിട്ട് എഴുതാം? 2 × 3 × 5 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 40ക്ക് എന്താ സംഭവിക്കുക? ശ്രദ്ധിച്ചോ, 40യെ ഞാൻ ചെറുതാക്കുന്നു 2. 40യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 അല്ലേ കിട്ടുക. 20നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് 10 കിട്ടും. 10നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് 5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം 2 × 2 × 2 × 5. 3 2 ഒരു 5. അപ്പോൾ എനിക്ക് എഴുതാം 2 ക്യൂബ് × 5 എന്ന് എഴുതാം. 2 ക്യൂബ് × 5. അങ്ങനെയാണെങ്കിൽ കോമൺ ഫാക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ശ്രദ്ധിച്ചോ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ക്യൂബ് ഉണ്ട്. 2 ഉണ്ട്, 2 ക്യൂബ് ഉണ്ട്. ഒരു സംഖ്യനെ തന്നെ ഡിഫറെൻറ്റ് പവേഴ്സ് വരുമ്പോൾ ശ്രദ്ധിച്ചോ, അവിടെ ചെറിയ വാല്യൂ ആണ് എടുക്കേണ്ടത്. ആരെ എടുക്കേണ്ടത്? ചെറിയ വാല്യൂ. അപ്പോൾ 2ഉം 2 ക്യൂബും ഉണ്ടെങ്കിൽ ഇതിലെ ചെറിയ വാല്യൂ ആരാടാ? 2 അല്ലേ. അപ്പോൾ ഞാൻ എടുത്തു 2. ദെൻ ഇവിടെ 3 ഉണ്ട്, അവിടെ 3 ഉണ്ടോ? ഇല്ല, 3 ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കോമൺ അല്ല. ഇവിടെ 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്, അപ്പോൾ 5 കോമൺ ആണ്. അപ്പോൾ എനിക്ക് പറയാം ഇതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് ആരായിരിക്കും? 2 × 5 ആയിരിക്കും. ആരായിരിക്കും? 2 × 5. ഇങ്ങനെ രണ്ട് പ്രൈം നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫാക്ടേഴ്സ് ചെയ്തേണ്ടത് നമുക്കറിയാം. എങ്ങനെയാ? ആദ്യം 2ൻ്റെ ഫാക്ടറുകൾ എഴുതുന്നു, 1 2. രണ്ടാമത്തെ നമ്പറിനെ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1 × 5 2 × 5. അപ്പോൾ എത്രയാണ് വരുന്നത്? 1 2. ദെൻ 1 × 5 എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 60 ആൻഡ് 90 തന്നിട്ടുണ്ട്. 60ഉം 90ഉം സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നു. ശ്രദ്ധിച്ചോ, 60നെ ചെറുതാക്കാണ്, ദെൻ പ്രൈം ഫാക്ടറൈസ് ചെയ്യാണ്. 60/2 എത്രയാണ് വരിക? 30. വീണ്ടും ഡിവൈഡ് ബൈ 2 എത്രയാണ് വരിക? 15. 15 ആണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 വരും. അപ്പോൾ എനിക്ക് എഴുതാം എന്തായിട്ടാണ് വരിക? 2² × 3 × 5 എന്ന് വരും. 2² × 3 × 5. അങ്ങനെയാണെങ്കിൽ 90യെ ചെറുതാക്കിയാലോടാ? 90/2. 90/2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 45. 45 ഒറ്റ സംഖ്യ ആയില്ലേ, അതിനെനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഞാൻ 3 കൊണ്ട് എടുത്തു. 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15. 15നെ വീണ്ടും എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 5. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിനെ എനിക്ക് എന്തായിട്ട് എഴുതാം? 2 × 3² × 5 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഒരേ സംഖ്യ വരുമ്പോൾ ചെറിയ ആളെടുക്കണം. 2² 2 ഉണ്ട്, ആരെ എടുക്കേണ്ടത്? 2നെ എടുക്കുന്നു. 3 ഉണ്ട്, 3² ഉണ്ട്, ആരാ ചെറിയ ആളെടുക്കേണ്ടത്? 3യെ എടുക്കുന്നു. ദെൻ 5 ഉണ്ട്, 5 ഉണ്ട്, അപ്പോൾ അടുത്ത ആളാരാ? 5നെ എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? 2 × 3 × 5ൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞില്ലേ, 3 ആളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ 2 ആളെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യത്തെ 2 ആളുകൾ ആരൊക്കെയാണ്? 2 × 3. അപ്പോൾ ഞാൻ എഴുതുന്നു ഫസ്റ്റത്തെ ഫാക്ടേഴ്സ് 1 2. ദെൻ രണ്ടാമത്തെ സംഖ്യ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, 1 × 3 2 × 3. ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ 4 ഫാക്ടേഴ്സ് എഴുതി കഴിഞ്ഞാൽ അടുത്ത നമ്പറിനെ എല്ലാവരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അടുത്ത ഞാൻ എഴുതുന്നു 1 × 5 ആൻഡ് 2 × 5. ദെൻ അടുത്ത ആളെ മൾട്ടിപ്ലൈ ചെയ്യുന്നു 1 × 3 × 5 ആൻഡ് 2 × 3 × 5. ഇത്രയും കോമൺ ഫാക്ടേഴ്സ് ആയിരിക്കും ഇയാൾക്ക് ഉണ്ടാവുക. വാല്യൂസ് എടുത്ത് എഴുതിയാൽ 1 2. 1 × 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. 2 × 3 6 ആണ്. 1 × 5 എന്ന് പറഞ്ഞാൽ 5 ആണ്. 2 × 5 10 ആണ്. ദെൻ 1 × 3 × 5 15 ആണ്. 2 × 3 × 5
6 ഇൻറ്റു 5 30 ഈ രീതിയിലാണ് നമ്മൾ ആരെ കണ്ടെത്തുന്നത്? കോമൺ ഫാക്ടേഴ്സിനെ കണ്ടെത്തുന്നത്. ആൻഡ് വലിയ നമ്പറുകൾ വന്നാലും ഈ രീതിക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ് 200 220 എന്നെടുത്തു. 200ഉം 220ഉം കൂടി നമുക്ക് ചെയ്തു നോക്കാം. ശ്രദ്ധിച്ചോ, ഞാൻ ചെറുതാക്കാണ്. 200നെ പകുതിയാക്കിയാൽ എനിക്ക് 100 കിട്ടി. 100നെ പകുതിയാക്കിയാൽ എനിക്ക് 50 കിട്ടി. 50നെ പകുതിയാക്കിയാൽ 25 കിട്ടി. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് 5 കിട്ടി. മൾട്ടിപ്ലൈ ചെയ്താൽ 2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ എന്ന് വരും. 2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ. അപ്പോൾ 220ൻ്റെ കേസിലോ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു 2. അപ്പോൾ ഹരിച്ചാൽ 110. പകുതി വീണ്ടും പകുതിയാക്കുന്നു. 110നെ പകുതിയാക്കിയാൽ 55. 55നെ എനിക്ക് എന്തുകൊണ്ടേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ? 5 കൊണ്ടേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എനിക്ക് 11 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ എഴുതാം 2 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 11 എന്ന് എഴുതാം. 2 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 11. അപ്പോൾ നോക്കടാ, ഇവിടെ 2 ക്യൂബ് ഉണ്ട്, ഇവിടെ 2 സ്ക്വയർ ഉണ്ട്. ചെറിയ വാല്യൂ അല്ലേ എടുക്കേണ്ടത്? അപ്പോൾ ഞാൻ 2 സ്ക്വയറിന് എടുക്കുന്നു. ഇവിടെ 5 സ്ക്വയർ ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. ചെറിയ വാല്യൂ അല്ലേ എടുക്കുന്നത്? അപ്പോൾ ഞാൻ 5ന് എടുക്കുന്നു. ഇവിടെ 11 ഉണ്ട്, പക്ഷേ ഇവിടെ 11 ഇല്ല. അപ്പോൾ കോമൺ അല്ല. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് ആരാ? 2 സ്ക്വയർ ഇൻറ്റു 5 ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എഴുതുന്നു 1 2 2 സ്ക്വയർ. ദെൻ അടുത്ത നമ്പറിനെ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ഇൻറ്റു 5 2 ഇൻറ്റു 5 2 സ്ക്വയർ ഇൻറ്റു 5. അങ്ങനെയാണെങ്കിൽ നോക്കടാ, 1 2 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രടാ? 4. ദെൻ 1 ഇൻറ്റു 5 5 2 ഇൻറ്റു 5 10 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ? 4 ഇൻറ്റു 5 20. ഇത്രയും കോമൺ ഫാക്ടേഴ്സ് ആയിരിക്കും 200 and 220ക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കോമൺ ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് 2 നമ്പറുകൾ ചെയ്യാൻ വേണ്ടി തരാം. ഒന്ന് എന്ന് പറയുന്നത് 60 and 85 ആണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ തന്നെ തരാം. 225ഉം 275 ആണ്. ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ആൻസർ എന്താ കിട്ടിയെന്നുള്ള എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ എക്സാം അടിച്ച് പൊളിച്ച് എഴുതണം. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം.